ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ്, ഇപ്പോൾ ബാത്റൂം ഡീപ്പ് ക്ലീനിങ്, കിച്ചൺ സിങ്ക് ക്ലീനിങ്, അങ്ങനെ ഒരുപാട് ക്ലീനിങ് വീഡിയോസ് മുമ്പ് ചെയ്തപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സിങ്ക് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഓൾറെഡി നല്ല നീറ്റാണല്ലോ, പിന്നെ നിങ്ങൾ ഈ ക്ലീനിങ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറ പിടിച്ച കിച്ചൺ സിങ്ക് 1 മിനിറ്റിൽ എങ്ങനെയാണ് നല്ല വെട്ടി തിളങ്ങുന്ന സിങ്കാക്കി മാറ്റാമെന്നുള്ളതാണ് കേട്ടോ. ലൈവ് റിസൾട്ട് കണ്ടിട്ട് നെറ്റാ റെഡിയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ അധികം താമസം ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ വിരുന്ന് വരുന്ന സമയത്താണ് ഞങ്ങളിവിടെ നിൽക്കാറ്. അല്ലെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിലാണ് നിൽക്കുക. എൻ്റെ ഉപ്പയും ബ്രദറിൻ്റെ വൈഫൊക്കെ സൗദിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അധികം താമസമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കുഴൽ കിണറിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല കറ പിടിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ നല്ല ഉരക്കാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല സ്ക്രബ്ബർ എന്തെങ്കിലും വെച്ചിട്ട് ഉരച്ച് കഴുകാറാണ് കേട്ടോ. പിന്നെ അങ്ങനെ എപ്പോഴും കറ പിടിക്കൂല. പിന്നെ നമ്മൾ ഈ വെള്ളം കൊണ്ടൊക്കെ കഴുകിയിട്ട് അങ്ങോട്ട് പോയി കുറേ ദിവസം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ കറ പിന്നീടും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സ്പൂൺ സോപ്പ് പൊടിയാണ് കേട്ടോ ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുമ്പ് ഞാൻ ഉപ്പ് വെച്ചിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്തപ്പോൾ 1-2 കമൻറ്റ്സ് വന്നിരുന്നു, ഉപ്പ് ചേർക്കരുത് കേട്ടോ, തുരുമ്പ് വരും എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഉപ്പ് പിടിച്ച സാധനങ്ങൾ ഇങ്ങനെ ഒരുപാട് നാൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തുരുമ്പ് വരും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഉപ്പ് നമ്മൾ 1-2 മിനിറ്റ് ഏറെ വന്നാൽ നമ്മൾ നല്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ അതിനുശേഷം നമ്മളത് അങ്ങോട്ട് നല്ല രീതിയിൽ കഴുകി കളയുന്നുണ്ട്. അതുകൊണ്ട് തുരുമ്പ് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ, അല്ലെങ്കിൽ സുർക്ക, അതായത് വിനാഗിരി ചേർത്താലും മതി. ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സിങ്ക് ഇത്രത്തോളം ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു സിങ്കിൻ്റെ അത്രത്തോളം കറയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് കറയുള്ളതുകൊണ്ട് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഉരച്ച് കഴുകണ്ട, ഒന്നങ്ങോട്ട് തൊട്ടാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സിമ്പിളായിട്ട് നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്ലോറക്സ് ആണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം ക്ലോറക്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. കണ്ടോ, ഇതിപ്പോൾ കുറച്ച് വെള്ളം അധികമായി പോയി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കുകയാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് പുരട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കിച്ചൺ സിങ്കിൽ നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ കയ്യിലൊരു ഗ്ലൗസോ അല്ലെങ്കിൽ ഇതുപോലൊരു കവറോ കെട്ടിക്കൊടുക്കുക കേട്ടോ. കാരണം ക്ലോറക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം വീര്യം കൂടിയ സാധനങ്ങളാണ്, ബേക്കിംഗ് സോഡ, നാരങ്ങാനീരും പിന്നെ ക്ലോറക്സ് ഒക്കെ. അപ്പോൾ കയ്യിലൊരു കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെടും. എന്നിട്ട് നമ്മുടെ കിച്ചൺ സിങ്കിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ പേസ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ നാരങ്ങാത്തോണ്ടില്ലേ അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈ പേസ്റ്റ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കറയൊക്കെയുള്ള ഭാഗത്ത് പുരട്ടുന്ന സമയത്ത് ഇപ്പം തന്നെ ആ നാരങ്ങാത്തോണ്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ തന്നെ ആ ഒരു കറയൊക്കെ വിട്ട് പോരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, അത്രയും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കറയുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 1 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ് മതി കേട്ടോ, ഒരുപാട് സമയമൊന്നും വെക്കരുത്. 1 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് കഴുകാനാണെങ്കിലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ അങ്ങനെ നല്ല ഹാർഡായിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇതുപോലൊരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. കാരണം ആ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറയൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് ഉരച്ചെടുക്കാം. എത്ര നല്ല പോലെ ഉരച്ചെടുത്താലും ഈ ഒരു ബ്രഷിൻ്റെ ആ ഒരു എത്രത്തോളം ഹാർഡാണ് ഈ ബ്രഷ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഉരച്ചെടുത്താൽ മതി. നമ്മുടെ ഈ ഒരു പേസ്റ്റ് അത്രയും എഫക്റ്റീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മൊത്തത്തിലിത് വെട്ടി തിളങ്ങുന്ന സിങ്കാക്കി മാറ്റാൻ പറ്റും.
അപ്പോൾ ഞാൻ നല്ലപോലെ ഇതൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. ഈ ഒരു വെള്ളം പോകുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കറി ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ചകിരി ഇല്ലേ നമ്മുടെ, അതൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ മെറ്റലിൻ്റെ ബ്രഷ് ഉണ്ടാവും, അതൊക്കെ എടുക്കാം. അതാവുമ്പോൾ ഇത്രയും പണിയില്ല. അപ്പോൾ ഇതാ നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് സമയം വേണ്ട, കൈ വെച്ചിട്ട് ഒരുപാട് ഉരക്കണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഈ സിങ്കിലെ കറയൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഡീപ്പ് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ആദ്യം നല്ല ചളി ഉണ്ടായിരുന്നു, പിന്നെ അത് അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ചെയ്യാൻ മാത്രമല്ല, ശരിക്കും വീട്ടിൽ ചെയ്യാനും ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ചളിയൊക്കെ ഉള്ള വീട്, ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചളി അഴുക്കൊക്കെ ഉണ്ടാവില്ല വീടിനുള്ളിൽ, അതൊക്കെ തുടച്ചെടുക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും പറയുമ്പോൾ പറയും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ജോലിയാണെന്നൊക്കെ, പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ഇലയൊക്കെയുള്ള മുറ്റടിച്ചു വരാൻ അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിങ്ങനെ പറയാറുണ്ടല്ലോ, ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ അത്ര വലിയ ഡിഫറൻസ് തോന്നുന്നില്ല, നിങ്ങൾ ഓൾറെഡി നീറ്റാണെന്ന്. അപ്പോൾ എനിക്കിതുപോലുള്ള വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ നമ്മളെപ്പോഴും വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിടുമല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരാൻ ഇതുവരെ പറ്റാവുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്